പെരുമ്പാവൂരിൽ അക്ഷരപ്പെരുമ സാംസ്കാരികോത്സവത്തിന് കൊടിയിറങ്ങി. സമാപന സമ്മേളനം മുൻ MLA എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് കൊളാടി മുഖ്യപ്രഭാഷണം നടത്തി. അലോഷിയുടെ ഗാനസദസ്സോടെയായിരുന്നു കൊടിയിറക്കം. പെരുമ്പാവൂരിന്റെ പെരുമ വിളിച്ചോതി ജൂൺ 20 ആരംഭിച്ച അക്ഷരപ്പെരുമ സാംസ്കാരികോത്സവം സമാപിച്ചു. എഴുത്തുകാർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിലെ പരിപാടികളിൽ പങ്കെടുത്തു. നൃത്തസന്ധ്യ, സംഗീത കച്ചേരി, നാടകം, കാഞ്ഞൂർ നാട്ടുപുലിമയുടെ നാട്ടുപാട്ടരങ്ങ് എന്നിങ്ങനെ അനേകം പരിപാടികൾ 5 ദിവസങ്ങളിലായി അരങ്ങേറി. പുസ്തകമേള, പുസ്തക ചർച്ച, പുസ്തക പ്രകാശനം, ഖാദി, കൈത്തറി, വനശ്രീ മേളകൾ, നാടൻ ഭക്ഷ്യമേള, കുടുംബശ്രീയുടെ പ്രത്യേക രുചിക്കൂട്ട് ഭക്ഷണമേള എന്നിവയും അക്ഷരപ്പെരുമയുടെ ഭാഗമായിരുന്നു. 5ാം ദിനമായ ബുധനാഴ്ച വയോജന സംഗമം ഡോക്ടർ KG പൗലോസ് മാഷ് ഉദ്ഘാടനം ചെയ്തു. 60,000 കുഞ്ഞുങ്ങളെ നെത്യാൻയാഹു തന്റെ പട്ടാളത്തിനെ കൊണ്ട് അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലും പലസ്തീനിൽ ചുട്ടെരിച്ചു. 2-3 ലക്ഷം മനുഷ്യന്മാർ അഭയാർത്ഥികളായി. ഇറാൻ-ഇറാഖ് യുദ്ധം, ഇപ്പോൾ ഇസ്രായേലും ഇറാനും നടത്തുന്ന യുദ്ധം, അമേരിക്കൻ-ഇറാൻ യുദ്ധം, എത്ര ആയിരം പേര് മരിച്ചു വീഴുന്നു. ആർക്ക് ദുഃഖം, എന്ത് ദുഃഖം, ആർക്ക് സഹാനുഭൂതി, ആർക്ക് അനുകമ്പ, ആർക്ക് എന്തൊരു തരത്തിലുള്ള ഒരു കാരുണ്യവുമില്ലാത്തൊരു ലോകം. ആശയങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നത്. മനുഷ്യനുള്ള മാനവികത അസ്തമിക്കുന്നു. മനുഷ്യനുള്ള സ്നേഹം ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. സാമ്രാജ്യത്വ ശക്തികളും മൂലധന ശക്തികളും മതമൗലികവാദികളും കൂടി മനുഷ്യ സ്നേഹത്തിനെ ചുട്ട് ചാമ്പലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ മുന്നിലുള്ള ആയുധമാണ് ഗ്രന്ഥശാലകൾ. N. സോമൻ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് മാസ്റ്റർ, അന്ന സിൻസി അനൂപ് എന്നിവർ സംസാരിച്ചു. വയോജനങ്ങളുടെ വിവിധങ്ങളായ കലാപരിപാടികളും ഉണ്ടായിരുന്നു. സമാപന സമ്മേളനം മുൻ MLA എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് കൊളാടി മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ സംഗീത KN അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ഡോക്ടർ അജി C. പണിക്കർ ആമുഖ പ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാക്കളായ ചന്ദ്രമന നാരായണൻ നമ്പൂതിരി, ചിത്ര സുകുമാരൻ, ഡോക്ടർ NJ നന്ദിനി, മുതിർന്ന വായനക്കാരായ PP നീലകണ്ഠൻ നമ്പൂതിരി, KK അഷ്റഫ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഏറ്റവും സന്തോഷത്തോടെയും ഏറ്റവും വിനയത്തോടും കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ജനിച്ചില്ലെങ്കിലും ഞാൻ വളർന്ന നാടാണ് പെരുമ്പാവൂര്. പെരുമ്പാവൂരിൻ്റെ മരുമകളായിട്ട് ഞാൻ പെരുമ്പാവൂർ വരികയാണ് ഉണ്ടായത്. ഈ പെരുമ്പാവൂരുകാർ തരുന്ന സ്നേഹം, പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ പേരിൽ എനിക്ക് തന്ന ഈ സ്വീകരണം മറ്റെല്ലാത്തിനേക്കാളും ഏറ്റവും വിലമതിച്ചതായിട്ടാണ് ഞാൻ കരുതുന്നത്. എല്ലാവരും പറയുന്നത് പോലെ ഓരോ അംഗീകാരങ്ങളും നമ്മളുടെ ചുമതലാബോധം കൂട്ടുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ തനത് കലയായ മോഹിനിയാട്ടവുമായിട്ടാണ് ഞാൻ ലോകം മുഴുവൻ എൻ്റെ യാത്ര നടത്തുന്നത്. തീർച്ചയായിട്ടും എവിടെ പോയാലും പെരുമ്പാവൂരുകാരി എന്ന ചെറിയൊരു അഹങ്കാരത്തോടെ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. പറയുമ്പോൾ നമ്മളെല്ലാവരും പെരുമ്പാവൂർ G. രവീന്ദ്രനാഥിൻ്റെയും മലയാറ്റൂരിൻ്റെ തൊട്ടനാടായ പെരുമ്പാവൂരിനെയും ഇപ്പോൾ നമ്മുടെ ജയറാമിൻ്റെയും എൻ്റെ സുമ ടീച്ചറിൻ്റെ മകളായ ആശയുടെയും ഒക്കെ നാടാണ്. നഗരസഭാ വൈസ് ചെയർമാൻ ബിജു ജോൺ ജേക്കബ്, NP അജയകുമാർ, VP ബാബു, S. ഷറഫ്, മുഹമ്മദ് ഗദ്ദാഫി, അനിത പ്രകാശ്, സുഹറ മുഹമ്മദ്, KP റജിമോൻ എന്നിവർ സംസാരിച്ചു. അക്ഷരശ്ലോക സമിതിയുടെ അക്ഷരശ്ലോക സദസ്സും അക്ഷരപ്പെരുമയുടെ ഭാഗമായി രാത്രി പ്രശസ്ത ഗായകൻ അലോഷിയുടെ ഗാനസദസ്സോടെ സാംസ്കാരികോത്സവത്തിന് തിരശീല വീണു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.